കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ ആകെപ്പാടെ വിഷമിച്ച് സരയു തന്റെ സങ്കടങ്ങളൊക്കെ കല്യാണിയോട് പറയണം. കല്യാണി ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കുക, എന്തേലും നമുക്കൊരു വഴി ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ടിട്ട് സരയുവിന് ഒരു സമാധാനമായില്ല. കാരണം സരയുവിന്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാ. അവൻ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുവോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. ഒടുവിൽ കല്യാണി പറഞ്ഞു, ഞാൻ കിരണേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണിനെ വിളിക്കുകയാണ്. കിരണിനെ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞ്. എങ്ങോട്ടാ കുഞ്ഞിനെ കൊണ്ട് പോയെന്നൊന്നും അറിയത്തില്ല. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണിക്കും ഭയങ്കര ടെൻഷനായി. സരയു വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഇതേ സമയത്ത് ഗംഗാപ്രസാദ് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇട്ടു. അവിടെ കടന്നുകൂടണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അതും ദിലീപിന്റെ വീട്ടിൽ കടന്നുകൂടണം. അതാണ് ഏറ്റവും പറ്റിയ മാർഗം എന്ന് കരുതി. അങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വഴിയുണ്ട് എന്ന് മനസ്സിലേക്ക് തോന്നുവാണ്. കാരണം അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടുന്ന ഇലയും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ ഇലയും കൊണ്ട് ചെല്ലുന്ന ആളായിട്ട് അവർക്ക് പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളൊന്നും തോന്നത്തില്ല എന്നൊക്കെ ചിന്തിച്ച് എന്ത് ചെയ്യുവാണ്. ഗംഗാപ്രസാദ് പുതിയ അടവുമായിട്ട് കുറെ വാഴയിലൊക്കെ വാങ്ങി ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് പോവുക. അപ്പൊ കല്യാണ തലേന്നല്ലേ അവിടെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഗംഗാപ്രസാദിന്റെ അല്ല, ദിലീപിന്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ദിലീപ് അവരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദിലീപിനോട് അവർ പറഞ്ഞു, എടാ നിന്റെ ഭാര്യയാൻ പോകുന്ന പെണ്ണിന് ഭീഷണി ഉണ്ടെന്നല്ലേ പറഞ്ഞേ, പ്രശ്നമാവോന്ന് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ. അങ്ങനെ നമ്മളങ്ങ് തോറ്റു കൊടുത്തിട്ടുണ്ടോ ശരിയാവോ? ഉറപ്പായിട്ടും അവൻ കല്യാണത്തിന് വരുമെന്നാ പറയണേ. അവൻ വരുവാണെങ്കിൽ അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരന്മാർ പറഞ്ഞു, അല്ല ഒന്ന് പോലീസിൽ ഒന്ന് അറിയിക്കാൻ പറ്റും, എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ. പോലീസൊക്കെ അവനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അവനെ എവിടെ വല്ലതും വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർക്കാനായിട്ട് പോലീസുകാരന്മാർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും ഒരു പേടിയില്ല എന്ന് പറയണം. പിന്നെ അവൻ ഇങ്ങോട്ടേക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കാനായിട്ട് കാത്തിരിക്കുക എല്ലാവരും എന്ന് പറയണം. ആ സമയത്താണ് ദിലീപിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മ വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, എനിക്ക് നല്ല ഭയമുണ്ട്. ആൾക്കാർ കൂടുന്നിടത്ത് അവന് കയറി കൂടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. മിക്കവാറും അവൻ അങ്ങനെ എന്തെങ്കിലും ഒരു വഴി നോക്കും. കാരണം ആൾക്കാർ കൂടുന്നിടത്താകുമ്പോൾ പ്രത്യേകിച്ചൊരു നോട്ടം കിട്ടത്തില്ലോ. നുഴഞ്ഞു കയറാനായിട്ട് അവൻ മിടുക്കനാന്നാ പറയണേ. അത് കേട്ടതും ദിലീപ് ചോദിച്ചു, അമ്മയ്ക്ക് പേടിയുണ്ടോന്ന് ചോദിക്കുക. പിന്നെ പേടിയില്ലാതെ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ, എനിക്ക് നല്ല പേടിയുണ്ടോ മോനെ, ഇനി എന്തായി തീരുന്നൊക്കെ ഓർത്തിട്ട് അതേക്കുറിച്ചൊക്കെ ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറയണേ, ഒന്നുമില്ലേലും കിരണും അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേട്ടിട്ടൊന്നും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ദിലീപിന്റെ അമ്മയ്ക്ക്. കാരണം പെറ്റമ്മയല്ലേ, ഒറ്റ മോന, എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതേ സമയത്ത് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നേ. വേഷമൊക്കെ മാറി ഒരു പ്രായമുള്ള ആളുടെ വേഷത്തിലാണ് വരുന്നേ. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ദിലീപിന്റെ അമ്മ ഇറങ്ങിച്ചിട്ട് എന്താന്ന് ചോദിച്ചും പറഞ്ഞു, അതെ ഇവിടേക്കുള്ള ഇലയൊക്കെ ആയിട്ട് വന്നതാന്ന് പറയണം. ശരി, അങ്ങോട്ടേക്ക് വെച്ചേക്കാൻ പറയണം. അടുക്കള കാണിച്ചു കൊടുത്തിട്ട് അവിടേക്ക് വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, അതവിടെ കൊണ്ടേ വെച്ചിട്ട് അവിടെ ആകെപ്പാടെ നോക്കുകയാണ്. കൊള്ളാം, നാളത്തെ കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. നടക്കട്ടെ, അതിഗംഭീരമായിട്ട് നടക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. പിന്നീട് അവൻ അവിടുന്ന് പതുക്കെ ഇപ്പുറത്തെ മുറിയിലേക്ക് കയറി. പക്ഷേങ്കിൽ അവന്റെ മേലൊരു സംശയമൊന്നും തോന്നിയില്ല ദിലീപിന്റെ അമ്മയ്ക്ക്. കാരണം ഇവിടത്തേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതല്ലേ, അതുകൊണ്ട് പിന്നെ അവന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേങ്കിൽ ഗംഗാപ്രസാദ് നേരെ ദിലീപിന്റെ മുറിയുടെ അങ്ങോട്ടാ ചെന്ന് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ബെഡ്റൂമൊക്കെ നല്ല ഭംഗിയൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുന്നുണ്ട്. അലങ്കരിക്ക്. നാളെ അവളുടെ ശവമടക്കാൻ നടക്കാൻ പോന്നേ. ആദ്യ രാത്രി അല്ലടാ നിന്റെയൊക്കെ നടക്കാൻ പോന്നേ. നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ ഈ ഗംഗ ആരാന്ന് എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദ് മനസ്സിൽ കരുതി. കണ്ടോ, നിന്റെയൊക്കെ വിചാരം ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് കയറത്തില്ലെന്നാ. പക്ഷെ ഞാൻ ആരാ എന്താന്നൊക്കെ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദ് മനസ്സിൽ പറഞ്ഞു. ഇതേ സമയത്ത് മോളെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടത്തിലാണ് സരയു. കിരൺ ആണെങ്കിൽ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. പക്ഷെ മനോഹറിനെ കുറിച്ച് ഒരു വിവരവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഒടുവില് കിരൺ നേരെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ശാരിയും സരയും ഒക്കെ ഉണ്ട്. സമയം സരയു ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ, എൻ്റെ മോളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോന്ന് ചോദിച്ചു. അതെ,
ഞാൻ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പക്ഷെ ഇതുവരെയായിട്ട് ഒരു വിവരവും കിട്ടിയില്ലെന്ന് പറയണം. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ സരി പറഞ്ഞു, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും സറിയൂ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാനല്ലേ പറയണേ, ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, കിരൺ നോക്കാൻ പോയതുകൊണ്ടാണ് ഞാൻ ഇത്ര സമാധാനത്തോടെ ഇരുന്നത്. കിരൺ ഇല്ലായിരുന്നെങ്കിലോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കിരണേ. എനിക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മോളെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ കല്യാണി കിരണിനെ മാറ്റി നിർത്തുകയാണ്. കിരണിനെ മാറ്റിയെടുത്തിട്ട് അല്ല, മനോഹര കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ എന്താണെങ്കിലും വൈകുന്നേരത്തിന് മുമ്പ് കൊണ്ടുവന്ന് വിടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാ, എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് കല്യാണി പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അവനെക്കുറിച്ച് ചെറിയിട്ടൊരു വിവരം കിട്ടിയിട്ടില്ലോ എന്ന് പറയണം. ആ സമയം മനോഹർ മോളുമായിട്ട് കറങ്ങുവാണ്. അവൾക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം കുറെ മേടിച്ചു കൊടുത്തു. അവന്റെ കുറച്ച് പൈസയേ ഉള്ളൂ, പക്ഷെ അവനെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം അവൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവളെ പുറത്തുകൊണ്ട് ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം മേടിക്കുകയാണ്. അപ്പൊ ഇത്രയും ദിവസം കൂടി മോളെ കണ്ടതിന്റെ ഒരു സന്തോഷമായിരുന്നു. കിരൺ അത് കല്യാണോട് പറയുകയും ചെയ്തു. ചിലപ്പം സരിയു എത്രമാത്രം മോളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവനും ആഗ്രഹിക്കുന്നുണ്ട് മനോഹർ. കാരണം ഒരു നിമിഷം കുഞ്ഞിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എത്രമാത്രം വേവലാതിപ്പെട്ടു. ഇതുപോലെ തന്നെ മനോഹറിന്റെ ഉള്ളിലും കുഞ്ഞിനോട് അത്ര സ്നേഹമുണ്ട്. അപ്പൊ പിന്നെ അവളെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ എത്ര മാത്രം വിഷമാവും. അപ്പൊ ആ വിഷമം മനോഹർ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവന് കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു പക്ഷെ ഭ്രാന്തമായ ഒരു ആവേശമായിരിക്കും. കുഞ്ഞിനെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒടുവില് അങ്ങനെ കുഞ്ഞിനെ കൊണ്ടൊരു കറക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷം മനോഹർ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് ആരും കാണാതെ കുഞ്ഞിനെ സിറ്റ് ഔട്ടിലെടുത്തിട്ട് മനോഹർ ഇറങ്ങിപ്പോയി. പക്ഷേ എങ്കിൽ അതാരും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് പതുക്കെ അമ്മേന്ന് വിളിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെയാണ് സരിയു പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ കൈ കുറെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും അല്ല. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം സരിയുവിനൊക്കെ മനസ്സിലായി ഇത് അവൻ തന്നെ കൊണ്ടുപോയതാന്നുള്ള കാര്യം. സരിയുവിന് നല്ല ദേഷ്യമായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോളുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടെല്ലാം വലിച്ചെറിയുവാണ് സരിയു ദേഷ്യപ്പെട്ടുണ്ട്. അപ്പോഴേക്ക് ശാരി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ കാണിക്കണമെന്ന് ചോദിക്കാം. അവന് എന്റെ മോൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു, അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ വെറുതെ വിടത്തില്ല, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാരി പറഞ്ഞു, മോളെ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഇല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയണം. പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട പോലും ഞാൻ എന്ത് ചെയ്യണം? അവനെ പൂവിട്ട് പൂജിക്കണോ? അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഈ സരിയുകാരൻ അവൻ അറിഞ്ഞിട്ടില്ല. അവൻ എന്താണെങ്കിലും പോകുന്നതിന് മുമ്പ് എന്റെ കൈയും കൊണ്ട് തീരാനായിരിക്കും യോഗം എന്നൊക്കെ പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷനായി ശാരിക്ക്. പിന്നീട് കല്യാണിയും കിരണൊക്കെ ആ കാര്യങ്ങൾ അറിഞ്ഞു. മനോഹർ മോളെ കൊണ്ടേ കൊടുത്തെന്നുള്ള കാര്യം അത് കേട്ടിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. അപ്പോഴേക്കും കല്യാണിയോട് കിരൺ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കല്യാണി, ഉറപ്പായിട്ടും മോളെ അവൻ തിരികെ കൊണ്ടേ കൊടുക്കുമെന്ന്. അവനങ്ങനെ മോളെ തട്ടിക്കൊണ്ട് പോകണമെന്നൊന്നും ആഗ്രഹമില്ല. മോളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം, അത്രയൊക്കെയുള്ളൂ അവന്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. പക്ഷേങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ പോയ ആള് സരയുവാണ്. അവൻ അത്രമാത്രം സ്നേഹമാണ്. പണ്ടത്തെ മനോഹറാണെങ്കിൽ എന്തും ചെയ്തരം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അവന് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ഇതേ സമയത്ത് ഗംഗാപ്രസാദ് പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ്. കാരണം കല്യാണത്തിന് മുമ്പ് എങ്ങനെ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. ദിലീപിനോടൊപ്പം കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ വഴിയുള്ളൂ. കാരണം അതാണ് ഏറ്റവും നല്ല മാർഗം, അവളെ തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.